നല്ല മഴയാണ് കേട്ടോ. ഈ വൈകുന്നേരം പിള്ളേർ സ്കൂളിൽ വിടാൻ ഇറങ്ങുമ്പം ഇങ്ങനെ മഴയാണെങ്കിൽ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. വേറൊന്നുമല്ല, ഇതുങ്ങൾ വീടിനകത്തേക്ക് മുഴുവൻ ചവിട്ടി കൂട്ടും. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പൊക്കോണ്ടുള്ള കാലം ഓർമ്മയുണ്ടോ? സ്കൂൾ വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മഴയാണെങ്കിൽ എന്തൊരു ഇഷ്ടമല്ലേ? ചാവിട്ടി കൂതിച്ച് മൊത്തം പാടത്തേക്കൂടെ പറമ്പത്തേക്കൂടെ ഒക്കെ പാടി പെറ്റിക്കോട്ട് വരെ നനഞ്ഞായിരിക്കും വീട്ടിൽ കയറണേ. മഴക്കാലത്ത് യൂണിഫോം ഉണങ്ങുമോ ഇല്ല. അമ്മച്ചിയുടെ മമ്മിയുടെ വായിൽ നിന്നൊക്കെ ചീത്തവിളിയും കേട്ടിട്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലം അല്ലേ. അയ്യോ, അന്ന് നമ്മളോട് വല്ലതും പറഞ്ഞാൽ കേൾക്കുമായിരുന്നോ? ഇപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. മക്കളോട് ഇടാ വെള്ളത്തിൽ ചവിട്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരവട്ടം പപ്പ് പോണേ പോലെയാണ്. വെള്ളം നോക്കി അവർ പോവും ചവിട്ടി തെറിപ്പിക്കാനായിട്ട്. എന്നാ ചെയ്യാനാ, പണ്ട് ചെയ്തതിൻ്റെയൊക്കെ ഇപ്പോഴാണ് തിരിച്ചു കിട്ടുന്നതെന്ന് വിചാരിക്കാം. മഴക്കാലം തുടങ്ങിയതിൻ്റെ അറിയാനുണ്ട്. ചെറിയൊരു ജലദോഷക്കോളാണ് കേട്ടോ. തണുപ്പത്തുനിന്ന് കയറി വന്നു കഴിയുമ്പം നല്ലൊരു കട്ടൻ ചായയും എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടി വലിയ സന്തോഷമാണ്. ഇന്നിപ്പോൾ ഒരു കേക്കാണ് കേട്ടോ. ഇത് കരിഞ്ഞു പോയതൊന്നും അല്ല, ഇതിങ്ങനെയാണ്, ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാണ്. നേരത്തെ അങ്ങ് പറഞ്ഞേക്കുവാണെങ്കിലേ നിന്റെ കേക്ക് എന്നാ കരിഞ്ഞു പോയെന്നുള്ള കമൻറ്റ് ഒഴിവാക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ പനി വരുന്നതിനേക്കാളും കഷ്ടമാണ്. ചുമ്മാ ഇങ്ങനെ മൂക്കൊലിച്ചോണ്ടിരിക്കും, നമുക്കത് ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും ഒരു മൂടില്ല. പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ഹോംവർക്കൊക്കെ ചെയ്യാനിരുന്നു കഴിഞ്ഞ് രാവിലത്തെ കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കാറായി. അത് പിന്നെ നമുക്ക് എത്ര വയ്യെന്ന് പറഞ്ഞാലും ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് ഇച്ചിരി സാമ്പാർ വെച്ചേക്കാന്ന് വെച്ചു. കഷ്ടങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അതും ഉണ്ടാക്കി. നമ്മുടെ മറ്റേ മീനില്ലേ, വൈറലായ മീൻ ഫ്രൈ, ഇപ്പം അതുണ്ടാക്കി. പിന്നെ വേറെ രീതിയിൽ മീൻ ഫ്രൈ ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പെട്ടെന്ന് പരിപാടിയും കഴിയും, നല്ല ടേസ്റ്റുമാണ്. എന്നാൽ പിന്നെ അത് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ പുഴമീൻ കുറച്ച് ഇരിക്കണമുണ്ട്. എന്നാ ഉണ്ടാക്കിയിട്ടെന്നാ, വായിക്കൊന്നും വലിയ ടേസ്റ്റ് ഒന്നുമില്ലെന്നേ ഈ പനിക്കോള് കാരണമേ. കോവിഡ് കഴിഞ്ഞ പിന്നെ എനിക്കറിയാമല്ലോ, എൻ്റെ കുട്ടിസിന് ഏതെങ്കിലും വഴിക്കടെ എന്തെങ്കിലും പോയി അതൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ്. പുള്ളിയാണ് ഇവിടെ പനിയും ജലദോഷവും കൊണ്ടുവന്നത്. അത് നേരെ കുഞ്ഞുണ്ണിക്ക് ചുമയായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് എല്ലാവരുടെയും കെയറിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഇന്നലെ തുടങ്ങി എനിക്ക് ചെറിയൊരു ജലദോഷം. എന്നാ പറയാനാ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.